സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മുടിമുറിച്ച് തലമുണ്ടനം ചെയ്ത് മുട്ടിലിഴഞ്ഞ് പട്ടിണി സമരം നടത്തിയ കുറേ പെണ്ണുങ്ങൾ മാസങ്ങളോളം സമരം ചെയ്തു. റാങ്ക് ഹോൾഡർമാർ ഇതാ മണ്ണുവാരി തിന്നുന്നു. ഈ രഞ്ജിനി ഹരിദാസിന്റെ ജനാധിപത്യ ബോധം അവിടെ എങ്ങും കണ്ടില്ല. സമാധാനമായി കരിങ്കൊടി വീശി പാതയോരത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസുകാരെ പിണറായി വിജയന്റെ ഗുണ്ടകളും ഡിവൈഎഫ്ഐക്കാരും പോലീസും തല്ലിപ്പെരട്ടി. ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന ഇവളുമാരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പേവിഷബാധയ്ക്കെതിരെ കുത്തിവെപ്പെടുത്തിട്ടും എത്രയോ മനുഷ്യരാണ് ഇവിടെ മരിച്ചു വീണത്. എന്നിട്ടും പട്ടികൾക്ക് വേണ്ടിയായിരുന്നു രഞ്ജിനി ഹരിദാസ് സമരം നടത്തിയത്. രഞ്ജിനി ഇപ്പോഴും നായപ്രേമി സംഘത്തിൻ്റെ നായകസ്ഥാനത്തുണ്ട്. സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കും സമാധാനത്തിനും എതിരായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, ഇതാണ് ഇതുപോലെയുള്ള അരാജകവാദികളായ സെലിബ്രിറ്റികളുടെ പ്രധാന പരിപാടി. 10-20 കുട്ടികൾ പരീക്ഷയിൽ തോറ്റ് മനംനൊന്ത് ആത്മഹത്യ ചെയ്തതിൻ്റെ ദുഃഖം കൊണ്ടാണോ ഈ സമരമുഖം ഇത്ര വികൃതമായി മാറിയത്? കേരളത്തിൽ ഏതെങ്കിലും വിഷയം മുൻനിർത്തി സമരം ചെയ്താൽ രഞ്ജിനി ഹരിദാസിന് ലോകശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയില്ല. ഒരു സാമൂഹ്യ വിഷയത്തിലും ഇന്നുവരെ പ്രതികരിക്കാതിരുന്ന മോഹൻലാലിൻ്റെ പുത്രി വരെ വിസ്മയകരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഇത്രയും ജനാധിപത്യ ബോധവും നിയമത്തെ ആദരവുമുള്ള മോഹൻലാലിൻ്റെ മകളോട് ചോദിക്കട്ടെ, എന്തിനാണ് അച്ഛ അനധികൃതമായി നമ്മൾ 5 ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്നത്? അച്ഛന് പല്ലിൻ്റെ ഇടകുത്താനുള്ള ഒന്ന് വെച്ചിട്ട് ബാക്കി സർക്കാരിന് തിരിച്ചു കൊടുത്തുകൂടെ? എന്താ മോൾ അത് ചോദിക്കാത്തത്? ഇവിടെ PSCയിലെ കൊടിയ അഴിമതി എത്രയോ യുവാക്കളുടെ ഭാവിയാണ് നശിപ്പിച്ചത്. നഴ്സുമാരുടെ സമരം എത്രയോ കാലമായി നടക്കുന്നു. ആശാവർക്കർമാർ സമരം ചെയ്തു, അതൊന്നും മോഹൻലാലിൻ്റെ മോള് കണ്ടില്ല.